ആളുകളൊക്കെ പറയുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദ് നടത്തിയിട്ടുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മൗലിദ് ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പ്രേരണ പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബും അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും അൻ-നിഅമത്തുൽ കുബ്റാ, അൻ-നിഅമത്തുൽ കുബ്റാ എന്ന കിതാബിൽ അതുണ്ട്. അൻ-നിഅമത്തുൽ കുബ്റാ എന്ന കിതാബിൽ അതുണ്ട്. കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഏതോ വലിയ മഹാൻ എഴുതിയ വലിയ കിതാബാണ്. അല്ല, ഈ സാധന ഇതാണ് അൻ-നിഅമത്തുൽ കുബ്റാ എന്ന കിതാബ്. ഇതാരതാ? ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന ഈ അടുത്ത കാലത്ത് മക്കയിൽ ജീവിച്ചിരുന്ന ആൾ. അടുത്ത കാലത്ത് കേരളത്തിലെ ചില മുസ്ലിയാക്കന്മാരൊക്കെ, നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ, ചില ആളുകളൊക്കെ അദ്ദേഹത്തിനടുത്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ആ ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന ഒരു ശാഫിഈ മദ്ഹബിലെ പിൽക്കാല പണ്ഡിതന്മാരിൽ ഒരാൾ, അദ്ദേഹം എഴുതിയ പുസ്തകമാണെന്ത്? അൻ-നിഅമത്തുൽ കുബ്റാ. ഇതിൽ പറഞ്ഞൊരു വിഷയമുണ്ട്, ഞാനതൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക്. ഒരു കാര്യം എനിക്ക് ആ സന്ദർഭത്തിൽ പറയാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ പറയുന്നതിൽ അല്പം കടുത്തു പോകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വാക്ക് നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇതൊരു വളരെ ഗൗരവതരമായ വിഷയമായതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റൂല. ഇവിടെ എന്താ പറയുന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് നടത്തി. ഹെഡിങ് ഫസ്ലുൻ ഫീ ബയാനി ഫദ്ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഒന്നാമത് ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്നാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് പാരായണത്തിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്നാ, അയാൾ സ്വർഗത്തിൽ എന്നോടൊപ്പമാണ്, എന്റെ കൂട്ടുകാരനാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബിയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന് പറയപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് മക്കയിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം പറയാണ്, ഖാല അബൂബക്കർ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല. എന്തുകൊണ്ടാണ്? അതിനിടയിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, കേട്ട ആളുകൾ, അവരുടെ സനദില്ല. സനത് വേണം. സനത് വേണമെന്ന് നമ്മൾ മാത്രമല്ലല്ലോ ഇപ്പൊ സമസ്തയും അംഗീകരിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോമവുമായി കടന്നു വന്ന ഒരാൾ, ആ സമയത്തൊക്കെ കേരളം മൊത്തത്തിൽ രോമാവൃതമായിരുന്നു. അങ്ങനെ രോമ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അതേ ഡോക്ടർ ബഹാഉദ്ദീൻ നദവി കൂരിയാട് അവർകൾ, സമസ്തയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകൾ, അതുപോലെ തന്നെ പ്രസിഡന്റായിരുന്ന മരണപ്പെട്ടുപോയ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ SKSSFന്റെ നേതൃരംഗത്തുള്ള തങ്ങന്മാരും പണ്ഡിതന്മാരുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെട്ട് കൊണ്ടുവാ പ്രമാണം, കൊണ്ടുവാ സനത്, സനദില്ലാതെ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് മുടിയും പൊടിയും ചട്ടിയും കിസുവയും ഒക്കെയായി കടന്നു വന്ന ആളുകൾ ക്ലച്ച് പിടിക്കാതെ പോകാനുള്ള കാരണം റസൂലുള്ളാഹിനോട് ഇവിടുത്തെ ആളുകൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അത് പ്രവാചകന്റേതാണെന്ന് സ്ഥിരപ്പെടുത്താനുള്ള കൃത്യമായ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താൻ വേണ്ടി പറയപ്പെടുന്ന വാചകം ഖാല അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറയുന്ന ഈ വാചകത്തിന് സനദ് എവിടെ? അവിടം മുതൽ ഇവിടം വരെയുള്ള പരമ്പര എവിടെ? അതില്ലെങ്കിൽ ഇത് പ്രമാണമല്ല. ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി ഞാൻ പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ പറഞ്ഞത്? മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി, റസൂലുള്ളാഹി
റളിയല്ലാഹുവിന്റെ മൗലിദ് പാരായണത്തിന് ആ പ്രയോഗം പോലും പിൽക്കാലത്താ വന്നത്. പിന്നെങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ വാക്കായിട്ട് അത് വരും? ഖിറാഅത്ത് മൗലിദ് എന്ന് പറയപ്പെടുന്നത് പോലും മുളഫർ രാജാവ് ഉണ്ടാക്കിയ സംഗതിയാണ്. മുളഫർ രാജാവിന്റെ കാലത്ത് ഇബ്നു ദഹിയ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് ആ സാധനം പോലും ഉണ്ടാക്കിയത്. പിന്നെങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ ഇതിനു മുമ്പ് മൗലിദ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം വായിക്കലില്ല? ഇബ്നു ദഹിയാണ് അവ്വലു മൻ എന്നാണ് പണ്ഡിതന്മാർ പറയാ, ആദ്യത്തെ മനുഷ്യൻ ഇബ്നു ദഹിയ. പിന്നെങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ്? അപ്പൊ ഇത് കളവാണ്. ഇത് പിൽക്കാലത്ത് ഇതിന്റെ പ്രചാരകരായ ഷിയാക്കളും സൂഫികളും കെട്ടിയുണ്ടാക്കിയ വ്യാജവർത്തമാനമാണ്. ഇല്ല, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുവർണ നിമിഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിന്റെ ഉന്നതമായ മേഖലകൾ ചരിത്രാഖ്യാന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരിടത്ത് പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് രണ്ടാമത്തത്, മൂന്നാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, നാലാമത്തത് അലി ഇബ്നു അബീ ത്വാലിബാണ്. ഈ നാലുപേരും മൗലിദുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും നടത്തിയിട്ടില്ല, ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല. റബീഉൽ അവ്വൽ 12 അങ്ങനെ ഒരു ആഘോഷം തന്നെ ഉണ്ടായിട്ടില്ല. ഒരു തെളിവതായിരുന്നു പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഇല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇബ്നു ഹജർ ഹൈതമി അടക്കമുള്ള മുഴുവൻ ആളുകളും പറഞ്ഞത് അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ. മൗലിദ് ആഘോഷത്തിന്റെ ആ അമലിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താകുന്നു, അനാചാരമാകുന്നു. ഇന്നിങ്ങോട്ട് ശ്രദ്ധിക്കണം. ഈ നമ്മുടെ നാട്ടിലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ, നബിദിനാഘോഷത്തിന്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയും അത് ബിദ്അത്ത് ഹസനത്താണ്. അല്ലേ അല്ലേ അങ്ങനല്ലേ പറയാം? ബിദ്അത്ത് ഹസനത്താണ്. ബിദ്അത്തുൻ ഹസന എന്നാണ് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത്. അത് അബൂശാമ പറഞ്ഞത് ബിദ്അത്തുൻ ഹസനയാണ്. പിൽക്കാലത്ത് വന്ന വേറെയും ചില ആളുകളൊക്കെ ബിദ്അത്ത് ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസനാ. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസനാ, ജനങ്ങൾ അത് ഹസനാണ്, നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും വലാലത്ത് തന്നെ. തർക്കല്ല, എല്ലാ ബിദ്അത്തും വലാലത്താണ്. ജനങ്ങൾ അത് നല്ലതാണെന്ന് പറഞ്ഞാലും ശരി, അത് വലാലിയത്തായ ബിദ്അത്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ, സ്വഹാബികൾക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയട്ടെ, കർമ്മശാസ്ത്ര വിഷയങ്ങൾ തലനാരിഴ കീറി ചർച്ച ചെയ്ത 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഒന്നാമത്തത് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അൻ-നുഅ്മാൻ അൽ-കൂഫി, രണ്ടാമത്തത് മാലിക് ഇബ്നു അനസ്, മൂന്നാമത്തത് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്-ശാഫിഈ, നാലാമത്തത് അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഈ പ്രഗൽഭരായ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ അവരുടെ വിഷയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയപ്പോ, അവരുടെ ശിഷ്യന്മാർ പിന്നീട് രേഖപ്പെടുത്തിയപ്പോ, നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ അതിന്റെ അമലുകളെ കുറിച്ചുള്ള ചർച്ചയോ ഒന്നും തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായില്ല. വെള്ളിയാഴ്ച എന്ത് വേണം? കിതാബുകളിലുണ്ട്. അതുപോലെ പെരുന്നാൾ ദിവസത്തിൽ എന്ത് വേണം? ഗ്രന്ഥങ്ങളിലുണ്ട്. ഇങ്ങനെ ഓരോന്നും. അതേ സമയത്ത് നബിദിനാഘോഷം നടത്തപ്പെടുന്ന ദിവസത്തിൽ എന്ത് വേണം? അറിയില്ല. മുത്തഅഖിരീങ്ങൾ, അതായത് പിൽക്കാലത്ത് അടുത്ത കാലത്ത് വന്ന ചില ആളുകളൊക്കെ അതിന് നിബന്ധന എഴുതിയിട്ടുണ്ട്. പക്ഷേ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ഈ പ്രഗൽഭരായ 4 പണ്ഡിതന്മാരും അവരുടെ ശിഷ്യന്മാരും അവർക്കാർക്കും ഇത് പരിചയമില്ല.